ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ഒരു റൈഡ് റിവ്യൂ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നിരിക്കുന്നത്. ദിസ് ഈസ് മൈ ഹോം ടൗൺ ആൻഡ് റൈഡ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയാണ് ഉദ്ദേശിച്ചത്, ദ KTM Duke 250 PS6 വേർഷൻ. സോ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ മൈറ്റ് നോ ഹൗ ഗുഡ് ഈസ് ദിസ് ബൈക്ക് ആൻഡ് ഓൾസോ ദേ മൈറ്റ് നോ ദി പ്രോസ് ആൻഡ് കോൺസ്. ബട്ട് ദിസ് ഇസ് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാനിതൊരു 1 year ആയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ആൻഡ് ഐ ഹാവ് കവേർഡ് ഓൾമോസ്റ്റ് 13,600 kilometers ഓൺ ദിസ്. ആൻഡ് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഞാൻ പോയിട്ടുണ്ട്, ലൈക്ക് കൊടൈക്കനാൽ, ബാംഗ്ലൂർ, ധനുഷ്കോടി, ദെൻ കേരളത്തിൽ കുറച്ച് പ്ലേസസ് ഒക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹാവ് നോ റിഗ്രറ്റ്സ് ആഫ്റ്റർ ബൈയിങ് ദിസ് ബൈക്ക്. കാരണം ഞാനിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്ടാണ് ഞാൻ ഈ ബൈക്ക് വാങ്ങിച്ചത്. ഇനിഷ്യലി ഐ ബുക്ക്ഡ് അറ്റ് KTM Duke 200 because ഞാനത് ഓടിച്ചിട്ടുണ്ട് ആൻഡ് ഐ നോ ഹൗ ദി ത്രോട്ടൽ റെസ്പോൺസ് ഓഫ് ദാറ്റ് ബൈക്ക് ഇസ്. സോ കമ്പയറിങ് ദാറ്റ് എനിക്ക് തോന്നി 250 വിൽ ബി വേ ഫാർ ബെറ്റർ ദാൻ Duke 200 ആൻഡ് ലോങ് റൈഡ്സിനൊക്കെ ബെറ്റർ ആയിരിക്കുമെന്ന് ഐ ഗെസ്ഡ് ഇറ്റ് ആൻഡ് ഐ ദെൻ ഓർഡേഡ് ഇറ്റ്. ഞാൻ ഈ കോവിഡിൻ്റെ ടൈമിലാണ് ഞാൻ ഓർഡർ ചെയ്തത് ആൻഡ് ഇതിനൊരു പുതിയ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ഈ ഹെഡ് ലാംപ്സ് ആയിട്ട് KTM Duke 390യുടെ ഹെഡ് ലാംപ്സ് ആയിട്ട്. സോ എസ്പെഷ്യലി ആ ലൈറ്റിലാണ് ഞാൻ വീണത്. ഈ വണ്ടി സോ പവർഫുള്ളാണ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് ആൻ ഹൈവേ ഫൺ ടു, ബിക്കോസ് കാറുകളുടെ ബാക്കിൽ പോയി ജസ്റ്റ് നമ്മളൊന്ന് പാസ് അടിച്ച് കഴിഞ്ഞാൽ ദേ വിൽ ഗിവ് ദ വേ ആൻഡ് ഇറ്റ്സ് ഈസി ഫോർ us ടു ഗോ. അങ്ങനെ ഈ ബൈക്കിനെ കുറിച്ച് പ്രോസ് മെയിനായിട്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 6 gears, 250cc that gives 300 bhp. What else do you need when you ride this in a city or an highway? But it's a cruiser alla, we cannot compare this with a cruiser. It's a sports naked version. So most of the time നിങ്ങൾ റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ upright പൊസിഷനിലായിരിക്കും ഇരിക്കുക. So like this the whole time. So like 100 or 150 kilometers കഴിയുമ്പോഴത്തേക്കും you will feel bit tight because ഈ വിൻഡ് ബ്ലാസ്റ്റ് നേരെ നമ്മുടെ നേരേക്ക് വരുന്നത്, because it has no windshield. സ്പോർട്സ് ബൈക്കിനൊക്കെ വിൻഡ്ഷീൽഡ് ഉണ്ടാവും ആൻഡ് ക്രൂസേഴ്സിൻ്റെ റൈഡിങ് പൊസിഷൻ ഇറ്റ്സ് റിയലി ഗുഡ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ടയർഡ്നെസ് നിങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പ്ലിറ്റ് റിലീസ് ഫ്രെയിം, 320mm ഡിസ്ക്, 110, 150 സൈസ് ടയേഴ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് ഹാൻഡി ആയിട്ടാണ് വരുന്നത്. കാരണം കൺട്രോളിങ് ഒക്കെ വേ ഫോർ ബെറ്ററാണ്. ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോളോ H1 Alpha ടയേഴ്സാണ്, ബിക്കോസ് ഐ എം നോട്ട് ഫോണ്ട് ഓഫ് MRF Rev C ടയേഴ്സ്, ബിക്കോസ് എനിക്കതൊരു കോൺഫിഡൻസ് തോന്നുന്നില്ല അതിൽ ഓടിക്കുമ്പോൾ. ദെൻ ഇതിൻ്റെ LED ലൈറ്റ്സ്, ദെൻ ഇതിൻ്റെ എക്സോസ്റ്റ് ആൻഡ് വൺസ് മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നല്ല വണ്ടി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ടോട്ടൽ റെസ്പോൺസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എന്താ പറയുക, ഈ എൻജിനിൽ നിന്ന് വരുന്ന നോയ്സൊക്കെ ഉണ്ടല്ലോ, യു വിൽ കംപ്ലീറ്റ്ലി fall in love with it. എനിക്ക് അതേ പറയാനുള്ളൂ. കാരണം എസ്പെഷ്യലി ഐ ഫെൽറ്റ് ദാറ്റ് ലോട്ട് ഓഫ് ടൈംസ്. എനിക്ക് ഇതിലും ചില കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ട്, ലൈക്ക് ആൻ എക്സോസ്റ്റ്, പിന്നൊരു കുറേ സംഭവങ്ങൾ കളറൊക്കെ മാറ്റണമെന്നുണ്ട്. ബട്ട് ദിസ് ലുക്സ് ഡാം സെക്സി മാൻ. ഇതിൽ ഇനി എന്താ മാറ്റേണ്ടതെന്ന് എനിക്കൊന്നും അറിയത്തില്ല, ബിക്കോസ് ചെയിൻ സ്പ്രാക്കറ്റ് അത്യാവശ്യം ബിഗറാണ്, 320mm ഡിസ്ക്, റേഡിയേറ്റർ, ഓൾമോസ്റ്റ് ഇറ്റ്സ് ഗുഡ്. ആൻഡ് അതേപോലെ ഈ ഹാൻഡിൽ ബാർ എക്സ്റ്റൻഡ് നിങ്ങൾക്ക് ഹൈവേയിൽ പോകുമ്പോൾ ഐ വിൽ ബി ജസ്റ്റ് റിലാക്സിങ്. ഒരു ക്രൂസിങ് സ്പീഡ് 90 to 100 മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ I'll keep my hand like this and I'll just listen to music and I'll just drive. Then mostly I'll be riding alone because എനിക്ക് ബാക്കിൽ ഒരാൾ ഇരുത്തി കഴിഞ്ഞാൽ എനിക്ക് കൺട്രോളിങ്ങിന് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. സോ ഐ ഡോണ്ട് പ്രിഫർ ദാറ്റ്. ബട്ട് അതിന് പകരം എൻ്റെ ബാക്കിൽ ബാഗ് ഉണ്ടാവും, സോ ഐ ക്യാൻ റൈഡ് ഫ്രീലി. പോകുമ്പോൾ മൊത്തം സ്യൂട്ടിലായിരിക്കും, ഇതേപോലെ ഒന്നും ആയിരിക്കില്ല. എൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഐ എം നോട്ട് യൂസിങ് എനി ഗ്ലൗസ് ഓർ എനി സ്യൂട്ട്സ്. ദെൻ ഇതിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ എക്സോസ്റ്റ്. ആസ് യു കുഡ് സീ ദി എക്സോസ്റ്റ്. അതിന് മുമ്പ് ഞാൻ ഈ വണ്ടി ഒന്ന് പോട്ടെ. ഓക്കെ, ഇതിൻ്റെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ്റെ അടിയിൽ കൂടി വരുന്നത്, അണ്ടർ ദി എൻജിൻ. സോ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു മെറ്റൽ പീസും തന്നിട്ടുണ്ട് എക്സോസ്റ്റ് ഒരയാണ്ടിരിക്കാൻ. സോ മോസ്റ്റ് ഓഫ് ദി ടൈം ബാക്കിൽ ഒരാളെ വെച്ചിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ അടി, നമ്മളൊരു സ്പീഡ് ബ്രേക്കിലൊക്കെ കയറുമ്പോൾ എന്തായാലും അടി നമുക്കറിയാം. അത് നമ്മുടെ സ്പൈനിൽ കൂടെ നമ്മൾ ഫീൽ ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ഗുഡ് വെൻ ഐ എം ഗെറ്റിംഗ് ദാറ്റ് സെൻസേഷൻ. ബട്ട് ഇതിന് മുമ്പുള്ള BS4 വേർഷൻസിനൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു, ലൈക്ക് ഈ എൻജിൻ്റെ ഈ സൈഡിൽ കൂടെ വരുമ്പോൾ
പ്രിറ്റി കൂൾ. കാണാനും രസമാണ്. ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. സോ ഓഫ് റോഡിങ്ങിന് ഐ ഡോണ്ട് സജസ്റ്റ് ദാറ്റ് മച്ച്. ബട്ട് നിങ്ങൾ ടയറൊക്കെ ചേഞ്ച് ചെയ്യാണ്, ലൈക്ക് ഓഫ് റോഡിങ് ടയേഴ്സ്, ഒരു ഹാൻഡിൽ ബാർ റൈസറൊക്കെ ഇട്ട് നിങ്ങൾ വണ്ടി ഓടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ obviously it does the job. And especially off roading ഒക്കെ ചെയ്യുമ്പോൾ ടയർ ഹഗ്ഗേഴ്സ് ആർ മസ്റ്റ്. ബിക്കോസ് ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ സീ മൈ ബാക്ക് ഈസ് ഡേർട്ടി, റിയലി ഡേർട്ടി. ബിക്കോസ് ഞാൻ ഇത്രയും ഡേർട്ടി ആയിട്ട് വെക്കാറില്ല. ഇന്നലെയാണ് ഞാൻ വാഷ് ചെയ്തത്. ബട്ട് ഇറ്റ്സ് എ റെയിനി സീസൺ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മഴ പെയ്ത് തുടങ്ങും. ആൻഡ് ടയർ ഹഗ്ഗർ ഇല്ലാത്ത കാരണം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക് സൈഡ് മാത്രമല്ല റോട്ടിൽ പോകണവൻ്റെ മുഖത്തൊക്കെ ചെളിയായിരിക്കും. സോ ഐ റെക്കമെൻഡ് യൂസിങ് എ ടയർ ഹഗ്ഗർ എസ്പെഷ്യലി ഡ്യൂറിങ് റെയിനി സീസൺ. അല്ലാത്ത സമയം ഇറ്റ്സ് അപ് ടു യു. ബിക്കോസ് നമ്മുടെ ബൈക്ക് നമ്മുടെ കംഫർട്ടിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവരത് പറഞ്ഞ് ഇത് മറ്റുള്ളവരുടെ ഒപ്പീനിയനിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ഓബ്വിയസ്ലി. ആൻഡ് എനിക്ക് ഈ ചാർജർ, ഈ മൊബൈൽ ഹോൾഡർ വിത്ത് ചാർജർ വളരെ ഹെൽപ്ഫുൾ തിങ് ആണ്. സോ ഓബ്വിയസ്ലി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഓബ്വിയസ്ലി ബൈ വൺ മൊബൈൽ ഹോൾഡർ വിത്ത് ചാർജർ. ബിക്കോസ് ഹൈവേയിലൊക്കെ പോകുമ്പോൾ എന്തൊരു ഹെൽപ്ഫുള്ളാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ആൻഡ് ഇതിൻ്റെ WP സസ്പെൻഷൻ, മോണോ സസ്പെൻഷൻസ് എല്ലാം വളരെ സ്മൂത്താണ്. ആൻഡ് ഇതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഏത് സൈസിലാണ് വേണ്ടതെന്നുള്ളത്. ആൻഡ് ഇതിൻ്റെ എൻജിൻ ഒരു ആക്സില്ലാത്ത എൻജിനാണ്. നൈസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. കേട്ട് കാണണം മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, ബട്ട് സ്റ്റിൽ ആ നോയ്സാണ് man. ആ കട്ട് ഓഫ് ഒക്കെ കേൾക്കുമ്പോഴാണ് ഇതിലങ്ങോട്ട് നമ്മൾ വീണ് പോവുക. ആൻഡ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഉണ്ടോ ഐ തിങ്ക് രാത്രി കാണിച്ചാലായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പവർ എന്താണെന്നുള്ളത്. ആൻഡ് ഐ തിങ്ക് ഐ വിൽ ടേക്ക് ഇറ്റ് ഫോർ എ സ്പിൻ. എൻ്റെ കയ്യിൽ മൈക്കില്ല, സോ ഓബ്വിയസ്ലി വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ടാകും. ഐ എം റിയലി സോറി ഫോർ ദറ്റ് ഗൈസ്, ബട്ട് യു കൻ സീ ഹൗ മച്ച് good this bike performs. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനൊരു പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി ഞാൻ ഓടിച്ചതാണ്. പ്ലീസ് ഡോണ്ട് ഡ്രൈവ് ലൈക്ക് ദിസ്. ഐ സ്ട്രോങ്ലി ഒബ്ജക്റ്റ് അഗൈൻസ്റ്റ് ഡ്രൈവിംഗ് ലൈക്ക് ദിസ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് സേഫ്. ഒരു 80-70 അതൊക്കെ ഒരു ഇങ്ങനത്തെ റോഡ്സിലൊക്കെ ഒരു 80-70 മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ പെർഫോമൻസ് ഓർ പവർ എങ്ങനെയുണ്ടെന്നുള്ളത്. ബിക്കോസ് ഞാനിതിപ്പോൾ കുറച്ചൊരു ഓടിച്ചു വരണം. എൻജിൻ ഈസ് ബിറ്റ് ഹോട്ട്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പെർഫോമൻസ് ശരിക്കും കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള നോയ്സ് ഞാൻ കേൾക്കണമെങ്കിൽ ഞാൻ ക്യാമറയുടെ ആംഗിൾ ചേഞ്ച് ചെയ്യണം. Let me change that angle and then I'll show you how good this noise is.